ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചുകൂടി സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഫാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട്. ഞാൻ വീഡിയോ ഇടണ്ടെന്നും പറഞ്ഞിരുന്നേ, പിന്നെ ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു. ഇപ്പം സമയം ഒരു 9:30 ഉറങ്ങാൻ കിടന്നതല്ല, എല്ലാ പാക്കിങ്ങും ഒരു പെട്ടിയിൽ, ഇപ്പുറത്തെ പെട്ടിയിൽ അന്നേരം ശരിയാവത്തില്ല, അതിൽ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ ചെയ്ത് ഒന്ന് ഒതുക്കി വെച്ച് എന്നിട്ട് നടുവേദനയായിട്ടൊന്ന് കിടന്നതാണ്. അപ്പം ചിന്തിച്ചെന്നാൽ ഇന്ന് പർച്ചേസിങ്ങിന് പോയ വീഡിയോ എല്ലാം കാണിച്ചേക്കാം. അതുകൊണ്ട് എന്താടാ റേച്ചാനെ അല്ല വിളിച്ചത്, ഫോണിനെയാണ്. അപ്പോൾ കുറച്ചുകൂടെ റേസിനെ മുടിയും കൂടെ വെട്ടിക്കണമായിരുന്നു, അതുകൂടെ വെട്ടിച്ചിട്ട് ഇപ്പം വന്നതാണ്. അപ്പം ഞാൻ ഉള്ള വീഡിയോ അങ്ങ് ഇട്ടേക്കാമേ. രണ്ട് മൂന്ന് സാധനം എടുക്കാൻ വന്നെയാ, എടുത്തെടുത്ത് ഇത്ര ആയി. കംപ്ലൈന്റ് എന്തുവാ? പറയടാ, കംപ്ലൈന്റ് എന്തുവാ? മലയാളത്തിൽ അതേലും പറഞ്ഞു. നീ ഇപ്പൊ പറഞ്ഞ സ്റ്റൈലിലങ്ങ് ഫ്ലോയിലങ്ങ് പറഞ്ഞു. എന്നാ ഹിന്ദിയിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞോളാം മലയാളത്തിൽ, നീ പറഞ്ഞു. मैं जो बोलता हूँ ना चचा को कि गाँव जाने के लिए इतना दिन बाकी है, इतना दिन बाकी, तो ये बोलता है कि तू जो पे ज्यादा बोल നിന്റെ ആക്ഷേപണല്ലായിരുന്നു ഇങ്ങനെ കാണിച്ചല്ലേ. ഇവൻ ഓരോ ദിവസം എണ്ണി ഇരിക്കും. നാട്ടിപ്പാൻ എത്ര ദിവസം എത്തണം. അപ്പം പോള് കളിയാക്കി, പിന്നെ എന്തോ ഇത്ര ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇവൻ പോൾ ഇപ്പം പറയുവാ, നാളെ നാട്ടിൽ പോവേ. അതിനെ ഇവൻ പറഞ്ഞേ. പിന്നെ ഞാൻ പറയുന്നോളെ നീ ഇങ്ങനെ പറയാമല്ലേ, നീ പറയുന്നുണ്ട് എന്താ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞേന്ന്. അപ്പൊ ഞങ്ങൾ ഇന്നും പോയി പ്രയർ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അനു പറഞ്ഞായിരുന്നു, ആന്റി ഇന്ന് അവളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ ചർച്ച ചെയ്ത് തിരിച്ച സമയത്ത് അവള് എനിക്ക് ഫോൺ ചെയ്തു, ആന്റി ഞാൻ വന്ന്. ഞാൻ പറയോ എടി നീ പറയാതെ എന്തിനാ വന്നേ? ഞങ്ങൾ ആദ്യം ചിന്തിച്ച അതുവഴി അങ്ങ് ഡിമാർട്ടിലോട്ട് പോകാന്ന്. അപ്പൊ അന്നേരം ഞാൻ ചോദിച്ചു കുഞ്ഞിനെ കൊണ്ടുവരുന്ന പറഞ്ഞേ. ഞാൻ പറഞ്ഞു കുഞ്ഞോ ആ സ്ലൈഡ് അവിടെ പോളെ നശിപ്പിക്കാതെ. അപ്പൊ അവള് നീ ഇവിടെ വന്നേരി. അപ്പൊ അവള് പറഞ്ഞു ആന്റി കുഞ്ഞിനെയും കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു നീ എത്ര നേരം ഇനി അലീഗയിലുണ്ടെന്നു പറഞ്ഞ് ഞാൻ 1 മണിക്കൂറുണ്ടെന്ന്. ഞാൻ പറഞ്ഞു എന്നാൽ ഞങ്ങൾ ചിന്തിച്ചെന്നാൽ അതുവഴി പോയിട്ട് ഇങ്ങനെ വരാമെന്ന്. അപ്പൊ പിന്നെ ഞാൻ ചിന്തിച്ചു ആ കുഞ്ഞിനെയും കൊണ്ടിരിക്കുമല്ലേ, പിന്നെ വീട്ടിൽ വന്നിട്ട് അങ്ങോട്ടങ്ങ് പാന്ന് വെച്ചു. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, എടി നീ ഇത്രയും നേരം കൊച്ചിനെ എവിടെ വെച്ചു? ഞാൻ പറഞ്ഞു എടി 1 മാസം പോലും ആയില്ല, നീ ഇനിയും കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ നടക്കല്ലേ, ഭയങ്കര ചൂട്, നല്ല ഉറക്കമായിരുന്നു അവൻ, ഭയങ്കര ചൂടൊക്കെ അല്ലേ. അന്നേരം ഓരോരുത്തരുടെ അവസ്ഥയെ അവളെന്ത് ചെയ്യാനാ. അപ്പോൾ അവളെന്നോട് ആൻറ്റി ഞാൻ വന്നില്ലെങ്കിൽ അവൻ ഒരു കൊച്ചുണ്ടായിട്ടും അവന് ഇപ്പം നാടകങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവൻ 4 ദിവസം ജോലി വന്ന് കൃത്യനിഷ്ഠയോടെ ചെയ്യും, പിന്നെ അവൻ കുളിച്ചിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ സൊസൈറ്റിയിൽ നിന്നൊക്കെ വിളിച്ച് അവളെ വഴക്ക് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അവള് പറഞ്ഞ ആൻറ്റി ഞാൻ വേറെ എങ്ങും പോകുന്നില്ല, ആൻറ്റിയുടെയും വന്ന് ചെയ്യും, വേറെ അവൾ ജോലി ചെയ്തിട്ട് വേറൊരു വീട്ടിലും പോകും. അന്നേരം ഞാൻ പറഞ്ഞ കുഞ്ഞിനെ എന്തോ ചെയ്യും? ഞാൻ പറഞ്ഞു നീ 1 മണിക്കൂറേ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളെങ്കിൽ നീ അത് കഴിഞ്ഞ് കുഞ്ഞ് വീട്ടിൽ കിടക്കട്ടെ, നീ കുളിപ്പിച്ചെല്ലാം ഒരുക്കിയിട്ട് അവൾ ഉറങ്ങുന്ന നേരം കൊണ്ട് നീ വന്ന് ചെയ്തിട്ട് പോകും. അങ്ങനെ പറഞ്ഞ് അവൾ അങ്ങനെ നോക്കിയായിരുന്നു. അപ്പം അവൾ ഇങ്ങോട്ട് വരുന്നുടനെ അത് തുടങ്ങും കരച്ചിലെന്ന്. അപ്പോൾ പിന്നെ വീട്ടുകാർ ഫോൺ ചെയ്യും. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയാം ആൻറ്റി വല്ല വോക്കർ എങ്ങാനുണ്ടോ എന്ന് അടുത്തേലും ഒന്ന് ഗ്രൂപ്പിൽ ചോദിക്കണേ. അവൾക്കൊരു വോക്കർ ഇട്ടാലും ഒരു ആൾ കൊടുത്ത് അവളെന്തോ ഇതെന്നോ അത് എന്നോട് പറഞ്ഞു ആൻറ്റി ഞാൻ 5-ാം മാസം ആയപ്പോഴേ എനിക്ക് തന്നതാ, ഞാൻ അതൊക്കെ ഉദ്ദേശിച്ചാൽ ഞാനത് സൂക്ഷിച്ച് വെച്ചിരുന്ന് എലി കടിച്ചെന്ന്. ഞാൻ പറഞ്ഞു നീ ഒന്ന് പാക്ക് ചെയ്തൊന്നും അല്ലി വെച്ചത്? അല്ലെന്ന് പറഞ്ഞില്ല ആൻറ്റി ഞാൻ പാക്ക് ചെയ്താ വെച്ചേ. ഞാൻ പറഞ്ഞ് അവൾ പാക്ക് ചെയ്ത് എവിടെ അതാ വെച്ചത്? അവൾ അവിടെ തന്നെ വെച്ചിരുന്നു, ഈ സൊസൈറ്റിയിൽ തന്നെ എവിടെയോ സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പം എലി അതിൻ്റെ അകത്ത് തന്നെ കൂട് കെട്ടി പ്രസവിച്ച് കുഞ്ഞുങ്ങളെല്ലാം മൊത്തം കരണ്ട് കളഞ്ഞു. ഞാൻ പറഞ്ഞെടി നീ ഇവിടെയും കൊണ്ട് എൻ്റെയിലും കൊണ്ട് വെച്ചായിരുന്നെങ്കിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചേലേ ആയിരുന്നല്ലോ, നീ എന്തോ മണ്ടത്തരാ കാണിച്ചത്. അവൾ എന്തോ ചെയ്യാൻ ആൻറ്റി നല്ലൊരു വോക്കറായിരുന്നു, അത് പന്നലായിപ്പോയെന്ന്. അപ്പോൾ ഈ ദിവസം ഞാൻ ചോദിച്ചു എത്ര നാൾ നീ ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവരും? 3-4 മാസം എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യണം ആൻറ്റി എന്ന് പറഞ്ഞ് ആ കൊച്ചിനെ കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ ഈ വോക്കറുകൾ ഇട്ടിട്ട് അവൻ അവിടെയൊക്കെ തൂക്കുന്ന സമയം കൊണ്ട് അവനും നോക്കും വാച്ച്മാനങ്ങളുടെ അടുത്ത് നിർത്താമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ അവൾ ചിന്തിച്ചിരിക്കും. പിന്നെ അവൾ വന്ന് അവളോട് സംസാരിച്ച് ഞാൻ ഇച്ചിരി പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു, അതും ഇച്ചിരി വേറെ സാധനങ്ങളൊക്കെ കൊടുത്ത് കുഞ്ഞിന് ഇച്ചിരി ഡ്രസ്സ് വാങ്ങിക്കാൻ പൈസയും കൊടുത്തിട്ട്
പിന്നെ ഞങ്ങൾ ഡിമാർട്ടിൽ പോയി. ഇപ്പം ഇങ്ങോട്ട് വന്നേയുള്ളൂ. ഞാൻ അങ്ങ് ആകെ ഊപ്പാടായി. ഞാൻ പറഞ്ഞൊന്ന് കിടക്കട്ടെന്ന് പറഞ്ഞാൽ വന്നത്. അപ്പം ഞാൻ കുറച്ച് സാധനം ഞങ്ങൾ പോയത് എന്തുവാ, ഇവനൊരു ബെൽറ്റ്, റുമാൽ, കർച്ചീപ്പ് വേണമായിരുന്നു കൊണ്ടുപോയി. അടിപൊളി വലിയ കർച്ചീപ്പ്, ഇവനൊരു തോർത്തും വേണമായിരുന്നു. എന്നിട്ട് ഇച്ചിരി ഇവർക്ക് ഈ ക്രഞ്ചി ടൈപ്പ് നാട്ടിൽ കിട്ടും. എന്നാലും ഞാനങ്ങ് ഡിമാർട്ടിൽ നിന്ന് വാങ്ങിക്കാന്ന് വെച്ചെന്തുവാ തീരട്ടെ. അപ്പോൾ അത് വാങ്ങിക്കാൻ പോയി ഞാൻ കുറേ വാങ്ങിച്ച് ഇതായിട്ടാണ് വന്നത്. അപ്പം വാങ്ങിച്ചതെന്ന് പറയാം, ഇത് ഇവർ തലയത്തേക്കും ഈ ജാസ്മിൻ ഓയിൽ, നല്ല മണമാണ് ജാസ്മിൻ ഓയിൽ. പിന്നെ ബോട്ടിൽ ഞാൻ പിന്നെ കാണിക്കാം. ഇവന് പിന്നെ കുളിച്ച് തോർത്താൻ കോളിന് മായ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു വില പറഞ്ഞില്ലെന്ന്. ഇതിനെത്ര ആയിരുന്നു അതിൻ്റെ കണ്ണ് കാണത്തില്ല കുഞ്ഞുങ്ങളെ, കണ്ണാടി ഇല്ലാതെ. ഇതിനെത്ര ഇടാ വില എഴുതിക്കുന്നത്? ഇതിന് 100 രൂപ, 99, 100, നല്ല വലിയ ഒരു ടവല. 230. ഇതിന് 230. പിന്നെ ഇത് എടാ എൻ്റെ കണ്ണാടി ഇതുകൊണ്ട് അവിടെ ഉണ്ടെങ്കിൽ ഇതാക്കളെ. അതോ എൻ്റെ ബാഗിലുണ്ടോ? ഈ ബാഗിലുണ്ടോ നോക്കി കണ്ണാടി. ഇത് 49. ഈ പ്രൈസിന് ഈ സ്കൂളിൽ ടിഫിൻ കഴിക്കാൻ നേരം ടേബിളിലൊക്കെ ഇടാനൊക്കെ വേണേ. അതുള്ളത് ചെറുതാണ്. അപ്പൊ പ്രൈസിന് 2 പോൾ ഇച്ചിരി കൂടി പോളിനെ കാണുന്നില്ല. പിന്നെ ഇതെന്റെ ഒരു സാധനം. റൈച്ചാന് അപ്പൊ അവിടെ ഇങ്ങനെ ടീഷർട്ട് കിടക്കുന്നത്. ഞാൻ പോളിന് വാങ്ങിച്ച ടീഷർട്ട് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച 480-യുടെ. അത് നമ്മൾ കടയിൽ നിന്ന് ഈ ബ്രാൻഡഡാണ് വാങ്ങിച്ചത്. ഇതിപ്പോൾ അവിടെ ചെന്ന ഉടനെ എത്ര 149. അപ്പോൾ ഇവൻ ഇത് കിടക്കുന്നത് 3XL. റേച്ചാൻ പറഞ്ഞു അയ്യോ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു പറ്റുമെന്ന്. ഇവിടെ വന്ന് ഇട്ട് നോക്കിയോണ്ടേ കറക്റ്റ്. അപ്പം ഇതിനേക്കായി ഒരു ഇച്ചിരി കൂടെ വലിയ ഒരെണ്ണം, ഒരു ഇച്ചിരി ലെങ്ത് കൂടുതലും, ബാക്കിയെല്ലാം അളവ് ശരിയാ, ലെങ്ത് ഇത്തിരി കൂടെ കൂടുതലുള്ള നല്ലൊരു വേറൊരു കളർ ഉണ്ടായിരുന്നു. ബില്ലടിക്കാൻ വന്ന ഉടനെ അത് ബില്ലിൽ അങ്ങോട്ട് പറ്റുന്നില്ല അവർക്ക്. അപ്പം അവർ പറഞ്ഞ് അതിനിയും ഞങ്ങൾ പറഞ്ഞു പിന്നെ ഇട്ടിട്ട് എന്തോ പ്രയോജനം, ആൾക്കാരിങ്ങനെ എടുക്കുന്നുണ്ടേ എന്തോ ചെയ്തു. അന്നേരം ആ പയ്യൻ പറഞ്ഞ് കൊണ്ട് അവിടെ ഇരിക്കുന്ന മാനേജറിനോട് പറ, ഞങ്ങൾക്ക് ഇത് അത്യാവശ്യമായിരുന്നല്ലേ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് നിങ്ങളുടെ പേരും ഫോൺ നമ്പരും ചെയ്തിട്ടോ എന്താ കണക്ക് അതിൻ്റെ അകത്ത് അവർ എന്തൊക്കെ നോക്കി ചെയ്യണം. ഈ ഞങ്ങൾ പറഞ്ഞ് ഇന്ന് ശരിയാകുവാണെങ്കിൽ ഞങ്ങൾക്ക് ഫോൺ ചെയ്യും, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. ഇത് പിന്നെ അയ്യോ പോളെ നിനക്ക് ഒരെണ്ണം കൂടെ എടുത്തോ? ഒരു കണ്ണം കൂടെ എടുത്തു. ഇതുകൂടെ ഒന്ന് നോക്ക്. ഇത് പ്രൈസ് ആൻഡ് ലുട്ടാപ്പിക്ക് വാങ്ങിച്ച നോക്കട്ടെ കറക്റ്റാന്ന് തോന്നുന്നു. ഇത് ഇത്ര വീട്ടിൽ ഇടാനായിട്ടേ നല്ല കോട്ടനാണ്. 100 രൂപ. അച്ചാച്ചല്ലേ മാറ്റി 100 പറഞ്ഞാൽ 99. പിന്നെ ഒരു സ്ലീവ് വാങ്ങിച്ചു. ഇതും പപ്പായെ കാണിച്ചേ മമ്മിയുടെ സെലക്ഷൻ. ഇത് 99 പ്രൈസിന്. റേച്ച ഞാനതാ റേച്ച ഇപ്പൊ കണ്ടത്. ഇത് പോൾ മോന്, പ്രൈസ് മോന്. ഇതും 99. क्या पापा ചിരിക്കുന്നേ? കറക്റ്റ് അല്ലേ? എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ 2 എണ്ണം അതും വേറെ എടുത്തതായിട്ടേ ഓർമ്മയുള്ളൂ. ഇത് ഇവന്മാരുടെ ബെൽ, ഇൻസ്റ്റന്റ് ബെൽ. വെച്ചോ. പിന്നെ നാട്ടിൽ പോകുമ്പോഴേ നമ്മള് ഇവിടുന്ന് അങ്ങ് കൊണ്ടുപോയാൽ കുഴപ്പമില്ലല്ലേ. അവിടെ ചെന്നിട്ട് വേണേൽ വാങ്ങിക്കാം അതൊക്കെ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചു. ഇവര് വെളിയിലൊക്കെ പോകുമ്പോൾ നാട്ടിൽ ഭയങ്കര കുഞ്ഞു കൊതുക. അപ്പൊ ഇത് ഇച്ചിരി ദേഹത്ത് തേച്ചിട്ട് ഇറങ്ങി പോകാന്ന് വെച്ച്. ബെൽറ്റ് ഇതല്ലേ പുതിയത്? പഴയതാണോ? ബെൽറ്റ് വേണമായിരുന്നു ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ
ഇത് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ്. അത് നമുക്ക് ഇവിടെ കഴിക്കാനാണ്. എന്നാലും നീയൊക്കെ ഇനി പറയുന്നത് ഇത് വേണമായിരുന്നതൊക്കെ. എന്തുവാ ഇതിൻ്റെ അകത്ത് പർട്ടിക്കുലർ ചെയ്യാത്തായി ബദാം. അല്ല ഇത് നല്ല രസം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് തിന്നാൻ നല്ല റേസിൻസും ബദാമും കാഷ്യൂനട്ടും പിന്നെ എന്തുവാ കിസ്മിസും. ഇതെന്തുവാ ഈന്തപ്പഴം, ഉണങ്ങിയ ഡ്രൈ ഈന്തപ്പഴവും. അത് എത്ര രൂപയാ? 396. 396 അര കിലോ. आपने कभी खाया? അതെടുത്ത് കഴിച്ചെടുത്ത് नहीं 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 തിന്നു നോക്കുന്നു. मेरे को देख के पता चल रहा है अच्छा नहीं है. നല്ലയാണ്. അതാണ്ട് അവിടെ ഇരിപ്പുണ്ട്. നിങ്ങളൊക്കെ എന്തോ ചെയ്യണം. എല്ലാം കൂടെ ഓരോന്നോരോന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് തിന്നാ മതി. ग्राउंड नट ചെയ്യാത്തായി ऐसा 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 डालो. ഇത് മൂന്നൂടെ ഒരുമിച്ച് തിന്നേ. देना मेरे को भी. എല്ലാം കൂടെ ഒരുമിച്ച് തിന്നേ. नाले അത് പലതും പലതല്ലേ. ബദാം, ग्राउंड नट, ഗ്രൗണ്ട് നട്ട് അല്ലേ ഇത്? वॉलनट. വാൾനട്ടും അല്ലേ ഇത്? ബദാം ഇതാ. दिखा എന്തുവാ? वॉलनट है. അല്ല ഈന്തപ്പഴം ഇല്ലയോ? अंजीर. अंजीर खाया नहीं आज तक अंजीर मैंने. हीट है. തിന്നടാ തിന്നടാ. कैशू नट है. അടിക്ക് ഞാൻ വാങ്ങിട്ടോ. कड़क है. എന്നാ മയോണൈസ്. ഇത് ചിക്ക. ഇത് വേല. फिर तंग फ्लाइट വേല എത്ര ആയിരുന്നാ? 45 റുപ്പീസ്. 50 49 പിയേഴ്സ് 6 4x1 ഫ്രീ അല്ലേ? 5 അല്ലേ? इधर है तो सब पढ़ो. 389 പക്ഷെ ഒരെണ്ണത്തിന് 58 വെച്ചങ്ങാണ്ട. പേസ്റ്റ് मम्मी 3 मिल ഇത് റൈച്ചാനോട് അയ്യോ बेकिंग सोडा. ഇല്ല. അല്ല പാത്രം കഴുകുന്നത് വിമ്മിന്. ഇതിന് ബില്ല് നോക്കിയാലേ അറിയത്തില്ല ഇതിൻ്റെ അകത്തെ വില എത്ര. ഇത് കർച്ചീഫ് 6 എണ്ണം 150 രൂപ. 149. എന്നാലൊക്കെ നല്ല ഡാർക്ക്. ഇവിടെ ഡാർക്ക് കളറാണ് വേണ്ടി. ഡാർക്ക് ബ്രൗണും മെറൂണും അങ്ങനെ. ഇപ്രാവശ്യം ചോദിച്ചിട്ടില്ല ഇവിടെ ഡാഡി. अबे इसमें 2-3 वैल्यू है. हाँ ₹230. ഇത് സ്വീറ്റ് വേണം. ഇത് നമ്മൾ ഈ ഇതിന്റെ പുറകിലത്തെ ഇളക്കിയിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന ഹുക്ക് ഇടാനൊക്കെ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ തൂക്കിയിടാം. നമ്മുടെ ഈ കലണ്ടർ, ഹാൻഡ് ടവല് അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഒത്തിരി വെയിറ്റ് ഇടാക്കത്തില്ല. ഈ റേച്ചാൽ എത്ര ചിപ്സാ വാങ്ങിച്ചത്? ഇത് പീനട്ട്, ടൊമാറ്റോ സോസ്. ഇത് 120 കിടക്കുന്നത്. ചിലപ്പോ ഈ ഡിമാർട്ടിനകത്ത് ഇത്തിരി സ്കീം കാണുവേ. स्कीम अल्ला. हाँ स्कीम. ഇത് ലിറിൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്. നാരങ്ങയുടെ 2 എണ്ണം വാങ്ങിച്ചു. ലിറിൽ 3 എണ്ണം स्पाइडरमैन. ये रहा. 232. പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് 1 2 3 4 5 6. ഇതെനിക്ക് നാട്ടിലൂടെ കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് ഞാൻ ഈ കണ്ടിട്ട് വീട് എന്നെ കഴിച്ചാൽ പറഞ്ഞു ഇങ്ങോട്ട് വന്നേ. ഇന്നാളെ ഞാൻ കാണിച്ചിട്ട് പോറേ. ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കും. പ്രൈസം കൊണ്ട് സൂക്ഷിച്ച് കളഞ്ഞിട്ട് വരും. ഓള് പിന്നിപ്പം നമ്മൾ നിർബന്ധിച്ച് കൊടുത്താലേ ഉള്ളൂ. വെള്ളം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഇപ്പം
കോളേജ് കുമാരന്മാരല്ലേ, അവര് വെള്ളമൊന്നും കൊണ്ടുപോകത്തില്ല. അയ്യോ ഇത്രയുമൊക്കെയാ വാങ്ങിച്ചത്. അപ്പൊ ഇനി എനിക്ക് ഞാൻ ഇച്ചിരി ഒന്ന് കിടന്നിട്ട് ഇനി ബാക്കി പാക്ക് ചെയ്തോളൂ. ഇനി ഇച്ചിരി കൂടെ ഒക്കെ സാധനങ്ങൾ പ്രൈസ് ചപ്പല് നോക്കിയിട്ട് ചപ്പല് കിട്ടിയില്ല ഡിമാർട്ടിൽ. അപ്പൊ പപ്പ ചേർന്ന് റെസ്റ്റ് എടുത്തോട്ടെ. പപ്പായി ഒത്തിരി ടയേർഡായതാ. പപ്പ റെസ്റ്റ് ചെയ്തിട്ട് ഇത്രയും വാങ്ങിച്ച. എടാ ഇതിന്നെ ഇഷ്ടപ്പെട്ടില്ലേ പോളെ? എടാ നിങ്ങൾക്ക് നീ ഇന്നാളീ പറഞ്ഞില്ലായിരുന്നോടാ വാങ്ങിക്കാൻ ഡ്രൈ ഫ്രൂട്ട്സ്, അതുകൊണ്ട് വാങ്ങിച്ചേടാ. ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പറഞ്ഞ മിക്സ്ഡ് വേണ്ടായിരുന്നു. എടാ ഇതിൻ്റെ അകത്ത് ക്യാഷനട്ട് ഉണ്ട്. किशमिश नहीं पसंद मेरे को. हेलो എടാ തിന്നു കിസ്മിസ് ഒക്കെ നല്ലയാടാ തിന്നുന്നേ. काजू बादाम ग्राउंड वो वालनट चोका. എടാ ഇത് ആക്ച്വലി എന്തുവാടാ മറന്നുപോയി. अंजीर. ഇത് ഉണങ്ങിയ ഇതല്ലേ, ഈന്തപ്പഴം അല്ലേ? अंजीर. സുക്ക ഈന്തപ്പഴം. അഞ്ചീർ എന്തോ ഈന്തപ്പഴത്തിനാണോ? कैमरा ऑन है. നിങ്ങൾ ഈ ചേച്ചി അതെ ഞങ്ങള് പ്രേയറിന് ഉച്ചക്ക് അവിടുന്ന് പുകയാ കഴിച്ചത്, പിന്നെ ഒന്നും കഴിച്ചില്ല. പിന്നെ ഇപ്പം അങ്ങനെ വടാപ്പാവ് വാങ്ങിച്ചോളൂ. പക്ഷെ അത് ഊപ്പാടായിരുന്നു. ഓക്കെ ഇനി വൈകിട്ട് ചെയ്യാമേ. ഓക്കെ നിർത്തണം കേൾക്കാം.